ഇവിടെ നമുക്ക് ലുലുവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഹാജിമാർക്കൊക്കെ വളരെ എളുപ്പമാണ്. കാരണം മലയാളം നമ്മൾ കേരള ഭാഷ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലുലുവിൽ കയറി അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ലുലുവിൽ നിന്ന് മേടിക്കാൻ പറ്റും. കാരണം ഭക്ഷണവും ബിരിയാണിയും അതുപോലെ തന്നെ സ്നാക്സിനുള്ള സാധനങ്ങളും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മൾ കേരളീയ ഭക്ഷണം കഴിക്കാനോ അല്ല ബിരിയാണിയൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ തിരഞ്ഞു പോകേണ്ട ലുലു ഇതിൽ പോയാൽ മതി. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, റൊത്താന എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ടടുത്ത് ലുലു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കാണാം. അത് അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ലുലു അവിടെ കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇതാ ബിരിയാണി അതുപോലെ തന്നെ സ്നാക്സ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് പോകും. കാരണം ഇവിടെ ലുലുവിലും ഭക്ഷണം മേടിച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലുലുവിൽ താഴെ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മലയാളി ഹോട്ടൽ തിരഞ്ഞ് പല ഭാഗങ്ങളിലും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മദീനത്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ തൽക്കാലം ഇനി വേറെ എവിടെയെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ലുലുവിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. കുറച്ച് വില കൂടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഹറമിൻ്റെ ആ ഒരു ഏരിയയിലായതുകൊണ്ട് കുറച്ച് വില കൂടുതലായിരിക്കും. കുട്ടികൾക്കുള്ള ടോയ്സ് പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ കാണിച്ചു തരാൻ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. കാരണം കൂടുതൽ പേര് ലുലു ഉണ്ടെന്ന് അറിയാം. ലുലുവിന് അങ്ങനെ വലിയ ബോർഡുകളൊന്നും പുറത്ത് വെച്ചിട്ടില്ല. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ മാത്രം ലുലു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും കാണണമെന്നില്ല. അന്വേഷിച്ച് വരുമ്പോൾ മാത്രമേ ലുലു എവിടെയാണെന്നുള്ള അറിയുള്ളൂ. അണ്ടർഗ്രൗണ്ടിലാണ് ലുലു ഉള്ളത്. പുറത്തുനിന്നൊന്നും നമുക്ക് ആ ലുലുവിൻ്റെ ബിൽഡിങ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉപയോഗപ്പെടുത്തുക ഇവിടെ വരുന്ന ആളുകൾ. തീർച്ചയായിട്ടും അത് നല്ലൊരു സൗകര്യമാണ്. ഈ ഒരു ലുലു കുറച്ചും കൂടെ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.